ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡെക്കോ പേജ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോയാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. സാധാരണയായിട്ട് ഡിസൈനുള്ള ടിഷ്യൂ പേപ്പറാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡെക്കോ പേജ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഡിസൈനുള്ള ടിഷ്യൂ പേപ്പറിലാണ് നമ്മൾ ഡെക്കോ പേജ് ചെയ്തെടുക്കുന്നത്. സാധാരണ ഉള്ള ടിഷ്യൂ പേപ്പറിൽ നല്ല വലിപ്പമുള്ളതായിരിക്കും ഡെക്കോ പേജിൻ്റെ ടിഷ്യൂ പേപ്പർ. പിന്നെ അതിൻ്റെ ആ മടക്ക് വരുന്ന ഭാഗത്ത് ഇതുപോലെ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു തേപ്പൂട്ടി ഉപയോഗിച്ചിട്ട് തേച്ച് ആ മാർക്കെല്ലാം മാറ്റി ചുളിവെല്ലാം മാറ്റി നല്ല നീറ്റായിട്ട് എടുക്കണം. ആദ്യം ഞാൻ ഇതുപോലുള്ളൊരു ഗ്ലാസ് ബോട്ടിൽ എങ്ങനെയാണ് ഡെക്കോ പേജ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഇത് ചെറുതായിട്ടൊരു പൊട്ടൽ വീണൊരു ഗ്ലാസ് ബോട്ടിലായിരുന്നു. ഞാൻ നേരത്തെ ഒരു DIYയിൽ ഇതൊരു ക്യാൻഡിൽ ഹോൾഡറായിട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ പിക്ചർ വെച്ചിട്ട് പുറമേ പ്ലെയിൻ ടിഷ്യൂ പേപ്പറാണ് ഒട്ടിച്ചിരിക്കുന്നത്. ആ ഗ്ലാസ് ബോട്ടിലാണ് ഞാൻ ഇന്ന് ഡെക്കോ പേജ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഡെക്കോ പേജ് ടിഷ്യൂ പേപ്പർ 2 ലെയറായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. മുകളിൽ പ്രിൻ്റുള്ള ഒരു ടിഷ്യൂ പേപ്പറും താഴെ പ്ലെയിൻ വൈറ്റ് ആയിട്ടുള്ള ടിഷ്യൂ പേപ്പറും ഉണ്ടാവും. അപ്പോൾ താഴെയുള്ള ടിഷ്യൂ പേപ്പർ നമ്മൾ ഇതുപോലെ ഇളക്കി മാറ്റണം. എന്നിട്ട് പ്രിൻ്റുള്ള ഭാഗം മാത്രം നമ്മൾ എടുക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് സാധാരണ മോഡ് പോഡ്ജ് എന്ന് പറഞ്ഞ് കിട്ടുന്ന ഒരു ഗ്ലൂ ആണ്. അതില്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള വൈറ്റ് ഗ്ലൂ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് അതും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ വൈറ്റ് ഗ്ലൂവിൽ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഡെക്കോ പേജിന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ ടിഷ്യൂ പേപ്പർ കത്രികയൊന്നും ഉപയോഗിച്ച് കട്ട് ചെയ്തല്ല എടുക്കേണ്ടത്. ഇതുപോലൊരു ബ്രഷിൽ വെള്ളം മുക്കിയിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ലൈനിൽ കൂടെ വേണം നമ്മൾ പതുക്കെ കീറിയ പോലെ എടുക്കണം. ഒരു അൺഈവനായിട്ടുള്ള ഒരു എഡ്ജ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പേസ്റ്റ് ചെയ്താലും നല്ല ഫിനിഷ് ഉണ്ടാകും. നമ്മളതിൽ ഒട്ടിച്ചേക്കണതാണെന്ന് നമുക്ക് തോന്നില്ല. ഇത് സാധാരണ ഒറ്റ ഡിസൈൻ വലിയ ഫ്ലവർ അങ്ങനെയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണമെങ്കിലാണ് ഇതുപോലെ നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് കീറിയെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഡിസൈൻ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നാലും ഞാൻ അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ കാണിച്ചു തന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഗ്ലാസ് ബോട്ടിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടിഷ്യൂ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. താഴെ ഗ്ലൂ ഉണ്ട്. ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തും നമ്മൾ ഈ ഗ്ലൂ പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് ടിഷ്യൂ പേപ്പർ കീറി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ബോട്ടിലിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള സർഫസിൽ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാൻ എളുപ്പമാണ്. എന്നാൽ ഈ സൈഡിൽ ഇങ്ങനെ കേർവായിട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 സൈഡിലും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ടിഷ്യൂ പേപ്പർ ഉള്ളിലേക്ക് മടക്കിയിട്ട് പേസ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നേരെ വെച്ച് തന്നെ പേസ്റ്റ് ചെയ്യുമ്പോൾ കുറേ ചുളിവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്താൽ ഒരെഡ്ജ് ഉള്ളിലേക്ക് പോകും. മുകളിലുള്ളതും അതുപോലെ തന്നെ നമുക്ക് മുകളിലേക്ക് പേസ്റ്റ് ചെയ്യാനും എളുപ്പമുണ്ടാകും. ഇപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പറിൻ്റെ മുകൾ ഭാഗത്താണ് ഗ്ലൂ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ അതിൽ നന്നായിട്ട് ഒട്ടിയിരുന്നുള്ളൂ. ഇനി നമുക്ക് കട്ട് ചെയ്തതിൽ മുകൾ ഭാഗത്തുള്ള ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് ഇപ്പം നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഞാൻ 2 ലെയർ ടിഷ്യൂ പേപ്പറും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു പിക്ചർ ബ്ലാക്ക് കളറിലെ പിക്ചർ ഒട്ടിച്ചേക്കുന്നതുകൊണ്ട് അത് നന്നായിട്ട് എടുത്ത് കാണുന്നുണ്ടായിരുന്നു ഒരു ലെയർ ഒട്ടിച്ചപ്പോൾ. അതുകൊണ്ട് ഞാൻ ഒരു ലെയറും കൂടി ഒട്ടിച്ച് ഇപ്പോൾ ഗ്ലൂ എല്ലാം നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ കുറച്ച് ചാക്കുവള്ളി ഇതുപോലെ കെട്ടിക്കൊടുക്കുകയാണ്. നിർബന്ധമില്ല, ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചാക്കുവള്ളി അതിൽ കെട്ടിക്കൊടുത്തു. ഇത് നമുക്ക് ക്യാൻഡിൽ ഹോൾഡറായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ലിവിങ് റൂമിൽ ഫ്ലവർ വേഴ്സായിട്ടൊക്കെ
ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാനിത് ഉപയോഗിക്കുന്നത് എൻ്റെ മരത്തിൻ്റെ കൈലുകളൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് കിച്ചണിലേക്കാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അടുത്തത് ചെയ്യുന്നത് ഇതുപോലുള്ളൊരു ജ്യൂസ് ബോട്ടിലാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ ഗ്ലാസ് ബോട്ടിലോ ഒക്കെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനതിൻ്റെ സ്റ്റിക്കറൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബേസ് കോട്ട്, ഒരു പെയിൻറ്റ് കൊടുക്കണം. ഞാൻ വൈറ്റ് കളറിലെ അക്രീലിക് പെയിൻ്റാണ് ബേസ് കോട്ട് കൊടുക്കുന്നത്. ബ്രഷ് ഉപയോഗിക്കുന്നതിൽ നല്ലത് ഒരു ചെറിയ പീസ് സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ ഒരു കോട്ട് മാത്രം പെയിൻറ്റേ ചെയ്യുന്നുള്ളൂ. ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫുൾ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഇത് കവർ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഒരു ഡിസൈൻ മാത്രം കട്ട് ചെയ്തിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ 2 കോട്ട് പെയിൻറ്റ് ചെയ്ത് നല്ല ഫിനിഷിൽ വേണം നമ്മൾ ഡെക്കോപ്പേജ് ചെയ്തെടുക്കാൻ. ഇത് ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കോട്ട് പെയിൻറ്റേ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ടിഷ്യൂ പേപ്പറിലെ ഗ്ലൂ എല്ലാം നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ അടപ്പിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അടപ്പിലും കൂടെ സെയിം കളറിലെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ അതിന് ഇതുപോലുള്ളൊരു ജൂട്ടിൻ്റെ ക്ലോത്ത് ഉപയോഗിച്ച് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഡെക്കോപ്പേജ് ചെയ്യുന്നത് ഒരു മരത്തിൻ്റെ കട്ടിംഗ് ബോർഡിലാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പെയിൻറ്റ് ചെയ്തതാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞാനിപ്പോൾ ഡെക്കോപ്പേജ് ചെയ്യുന്നത്. ഇതിൽ ഡെക്കോപ്പേജ് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലെ പൂക്കൾ നിറയെയുള്ളൊരു ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ പൂക്കൾ മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ സിസേഴ്സ് ഒന്നും ഉപയോഗിച്ചല്ല ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു ബ്രഷിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഈ പൂവിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് നനച്ചു കൊടുക്കണം. അപ്പോൾ അവിടെ ഒരു മാർക്ക് വരുമല്ലോ, ആ മാർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് കീറിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്കിപ്പോൾ ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ അത്രയും ഡിസൈൻ ആദ്യം നമ്മൾ ഇതിൽ നിന്ന് ഇതുപോലെ തന്നെ കീറിയെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓരോ പൂക്കൾ തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് വരാതെ എന്നാൽ ഒരുപാട് അടുത്തും പോകാതെ നമ്മൾ ആ കീറിയെടുത്ത ഡിസൈൻ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഇതിന് ഈ കട്ടിംഗ് ബോർഡിൽ ബേസ് കോട്ട് എന്തെങ്കിലും കൊടുക്കാം. ഞാൻ ഇപ്പോൾ അത് കൊടുക്കാതെ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇതുപോലെ ഈ കട്ടിംഗ് ബോർഡ് ഫുൾ ഞാൻ ഫ്ലവർ മാത്രം ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബേസ് കോട്ട് കൊടുത്തിട്ട് വേറെ വലിയ പൂക്കളാണ് ഒട്ടിക്കേണ്ടതെങ്കിൽ അങ്ങനെയും ഒട്ടിക്കാം. ഇപ്പോൾ ഞാൻ കട്ടിംഗ് ബോർഡ് ഫുള്ളായിട്ട് ഇതുപോലെ ഫ്ലവർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലിവിങ് റൂമിൽ പിക്ചർ ഫ്രെയിമായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് നടുവിൽ ഫോട്ടോയൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ ഇത് ഫോട്ടോ ഫ്രെയിമായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇത് കീ ഹോൾഡറായിട്ട് ഇതിൽ സ്ക്രൂവോ അല്ലെങ്കിൽ ഹുക്കോ ഉപയോഗിച്ചിട്ട് നമുക്ക് കീ ഹോൾഡറായിട്ടും ഉപയോഗിക്കാം. അടുത്തതായിട്ട് സെയിം ടിഷ്യൂ പേപ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ മരത്തിൻ്റെ കൈലുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ വച്ചിരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് നമുക്ക് അതും ഡെക്കോപ്പേജ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ബേസ് കോട്ട് പെയിൻ്റ് ഒന്നും കൊടുക്കാതെ നേരിട്ട് ആ മരത്തിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഡെക്കോപ്പേജ് പേപ്പർ മാത്രം അതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. 2 ഭാഗത്തും ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒട്ടും അറിയില്ല ഇതിൽ പേപ്പർ ഒട്ടിച്ചേക്കുന്നതാണെന്ന്. ശരിക്കും ആ കയ്യിലുള്ള ഡിസൈനാണെന്നേ തോന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ
എനേബിൾ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം.